ഹായ് ഗൈസ്, ചൊറിയണം, ആനക്കൊടുത്തുവ, കഞ്ഞിത്തുവ, കടിത്തുവ എന്തെല്ലാം പേരിൽ അറിയപ്പെടുന്ന കൊടുത്തുവയെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ എൻ്റെ ഷോർട്ട് വീഡിയോ. എല്ലാവരും പറയും മഴക്കാലത്ത് മാത്രം കണ്ടുവരുന്ന ഒരു ചെടി. ഈ പറയുന്ന ഞാനും പറഞ്ഞിരുന്നു ഇങ്ങനെ തന്നെ. പക്ഷേ ഇത് നനവ് കൂടുതലുള്ളത് കൊണ്ട് മാത്രമായിരിക്കും ഈ കൊടും വേനലിൽ എനിക്കിത് കിട്ടിയത്. നിറയെ മുളച്ചുട്ടായിട്ടുണ്ട്. ഇതിൻ്റെ വിത്തൊന്നും നമ്മളാരും ഇട്ട് മുളപ്പിക്കുന്നതല്ല. ലോകനിയന്ത്രാവിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ഗുണങ്ങളും ഇതിനുണ്ട്. ഇത്രയധികം ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയ മറ്റൊരു ചെടിയുമില്ല. കർക്കിടകത്തിലെ പത്തിലത്തോരന് മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു ചെടി കൂടിയാണിത്. അയൺ ധാരാളം അടങ്ങിയ കൊടുത്തുവയുടെ കുറച്ച് ഉപയോഗങ്ങൾ മാത്രം പറയാം. താരൻ, മുടി കൊഴിച്ചിൽ ഇവയ്ക്ക് കൊടുത്തുവയിട്ട് വെള്ളം തിളപ്പിച്ച് പിറ്റേ ദിവസം ഈ വെള്ളം ഉപയോഗിച്ച് മുടി കഴുകിയാൽ മാത്രം മതി. അതുപോലെ തന്നെ ലിവർ, കിഡ്നി ഇവ ശുദ്ധീകരിക്കുന്നതോടൊപ്പം രക്തശുദ്ധീകരണത്തിനും കൊടുത്തുവ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഉപ്പൂറ്റി വിണ്ടുകീറലിനും ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും കൊടുത്തുവ ഉപയോഗപ്രദമാണ്. ശരീരത്തിലെ നീർക്കെട്ട് നീക്കം ചെയ്യാനും കൊഴുപ്പ് കുറയ്ക്കാനും ടോക്സിനുകൾ നീക്കം ചെയ്യാനും കൊടുത്തുവ ഉപയോഗിക്കാം. ആർത്തവ സംബന്ധമായ വേദനകൾക്കും ആർത്തവ ക്രമക്കേടുകൾക്കും കൊടുത്തുവ വളരെയധികം ഉപകാരപ്രദമാണ്. പറഞ്ഞു തീരാത്തത്ര ഔഷധ ഗുണങ്ങളുള്ള ഈ ചെടി ചൊറിയുന്നതാണെന്നും പറഞ്ഞ് ഒരിക്കലും ഒഴിവാക്കരുത്. പറിച്ചെടുക്കുമ്പോൾ അവയുടെ പൂവിൽ തൊടാതിരുന്നാൽ മാത്രം മതി. ഈ കൊടുത്തുവ താളിച്ചതോ മീൻ പൊരിച്ചതോ ഇറച്ചി പൊരിച്ചതോ കൂട്ടി ചോറ് കഴിച്ചു നോക്കണം. അതുപോലെ തന്നെ ഇതിനും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മറ്റൊരു കറിയും ഉണ്ടാവില്ല. ഈ കൊടും വേനലിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുത്തുവ കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.